നല്ല ഒന്നാന്തരം പഴമാണല്ലോ. ഒന്നാന്തരം നാടൻ പൂവൻ. ഇത് മേടിച്ചു വെച്ചത് ഒരു പ്രത്യേക ആവശ്യമുണ്ട്. ഒരുക്കങ്ങൾ ഏകദേശം കഴിഞ്ഞു. പെട്ടി എവിടെയാ വെക്കണേ? സൗണ്ട് കേട്ടോ ഒരു മാറ്റി. അതെ അതെ അതെ, ഭയങ്കര. അങ്ങനെ നമ്മുടെ ഫൈനൽ അറേഞ്ച്മെന്റ് കണ്ടോ. അങ്ങനെ ഡൈനിങ് ടേബിള് നമ്മുടെ സെറ്റായി. ഒരെണ്ണം കഴിക്കാൻ ഇപ്പൊ തന്നെ തോന്നുന്നുണ്ട്. എന്ത് സാധനം നമ്മള് പറഞ്ഞ ഞങ്ങള് പറഞ്ഞ ഉണ്ടാക്കി തരും. അതിന് പ്രത്യേക ഒരു കാര്യമുണ്ട്. ഇന്നലെ മോരുകാച്ചി കൊടുത്തപ്പോ നല്ല ഒന്നാന്തരം പഴമാണല്ലോ. ഒന്നാന്തരം നാടൻ പൂവൻ. 2.5 കിലോയാണെന്നാട്ടോ എനിക്ക് തോന്നണത്. അത് കൃത്യം അപ്പോഴും ചോദിച്ചാലാട്ടോ അറിയാവൂളോ. നമ്മുടെ രഞ്ജിച്ചേട്ടന്റെ കടയിൽ നിന്ന് അവരോട് പറഞ്ഞ പുകച്ച് തന്നതാ. ഈ പരുവത്തിന് പഴുപ്പിച്ച് തൊണ്ടിന്റെ നിറം മാറിയിട്ടുള്ളൂ. ദേ പഴുപ്പായിട്ടില്ല കേട്ടോ. ഞായറാഴ്ചത്തേക്ക് കറക്റ്റ് പഴുപ്പാവും. ഇത് മേടിച്ചു വെച്ചത് ഒരു പ്രത്യേക ആവശ്യമുണ്ട്. അതെന്താന്ന് എല്ലാം പറയണ കൂട്ടത്തിൽ അങ്ങ് പറയണമെന്നേ ഉള്ളൂ. എല്ലാ മാസവും മാസത്തിൽ ഒരു സൺഡേ, ലാസ്റ്റ് സൺഡേ ആണ് വൈകുന്നേരം ഓരോരോ വീടുകളിൽ വെച്ച് പള്ളിയിൽ നിന്ന് പ്രെയർ മീറ്റിംഗ് സംഘടിപ്പിക്കും. പള്ളിയിലെ അച്ഛനാണ് തീരുമാനിക്കുന്നത്, ഓരോ ഗ്രൂപ്പ് വെച്ച്. അപ്പൊ ഞങ്ങളൊരു 2.5-3 കൊല്ലം മുമ്പാണ് ഇവിടെ വെച്ച് അങ്ങനെ പ്രെയർ മീറ്റിംഗ് നടത്തിയത്. അതിനുശേഷം റോൾ ചെയ്തിങ്ങനെ വരണ്ടേ. അപ്പൊ അതിനുള്ള ഇപ്പോഴാണ് പിന്നെ നമുക്ക് റൊട്ടേഷൻ ടേൺ കിട്ടിയത് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താനായിട്ട്. അപ്പൊ ഈ ഞായറാഴ്ച കഴിഞ്ഞ പിന്നത്തെ ഞായറാകുമ്പോ ഓശാനയാവും. ഓശാന ഞായറാഴ്ച പിന്നെ അത് കഷ്ടാനുവാഴ്ചയായി. എന്നാലും പ്രെയർ മീറ്റിംഗ് നടത്തുന്നത് ശരിയാവൂല. പിന്നെ ഫുൾ എല്ലാരും പള്ളിയിൽ പരിപാടികളായിരിക്കും. അത് കാരണം അതിനു മുമ്പുള്ള 17-ാം തീയതി ഞായറാഴ്ച പ്രാർത്ഥന നടത്താന്ന് തീരുമാനിച്ചു. അപ്പൊ വൈകുന്നേരം ചൂടിന്റെ സാധാരണ നടത്തുന്നത് 4 മുതലാണ് സ്റ്റാർട്ടിങ്. ഈ ചൂട് ഭയങ്കര ആയതുകൊണ്ട് കഴിഞ്ഞ മാസം ജനുവരി മുതല് 5 മണിയാക്കി വൈകുന്നേരം ടൈം. 5 മുതൽ 6:30 വരെയാണ് ടൈം. അതെല്ലാരും ഒക്കെ പ്രയറും ഇതുമൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് പിരിയുമ്പോഴത്തേക്കും 6:30-7 മണിയൊക്കെ ആവൂട്ടോ വൈകിട്ട്. അപ്പൊ അതിനു വേണ്ടി കാപ്പിക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ കഷ്ടാനുവാഴ്ചയിലേക്ക് ആയില്ലെങ്കിലും 35 ദിവസമാവും ഈ സൺഡേ ആകുമ്പോൾ നോയമ്പ് തുടങ്ങിയിട്ട്. അപ്പൊ അത് കാരണം ഇത് മേടിച്ചോണ്ട് വന്നതാ. കട്ടൻ കാപ്പിയാണ് കൊടുക്കണത്. പിന്നെ അതിന്റെ കൂടെ നാടൻ പൂവമ്പഴും തോമസ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഉഴുന്നുവടി കൊടുക്കാനായിട്ട്. അപ്പൊ അത് രണ്ടുമാണ് കൊടുക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ അതിനു വേണ്ടി പഴുപ്പിച്ച് ശരിയാക്കിയതാ. 35 36-ാം ഞായർ. നൊയമ്പ് കാലത്ത് നമ്മള് സമ്പുഷ്ടിയായിട്ടുള്ള ഐറ്റംസ് കൊടുക്കാൻ പാടില്ല. ശരിക്കും പാലൊഴിച്ച് ചായയാണ് കൊടുക്കേണ്ടത്. നൊയമ്പിന്റെ കാഠിന്യം ടൈം ആയതുകൊണ്ട് നമ്മള് കട്ടൻ കാപ്പി ആയിട്ടാ കൊടുക്കണേ തവണ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സും കാപ്പിയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല പ്രധാനം, പ്രയർ നടത്തുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ എല്ലാരും യൂണിറ്റിലുള്ള വീടുകളിലുള്ളവരൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് അച്ഛന്റെ നേതൃത്വത്തില് ഒരു ബൈബിളിലെ ഒരു അധ്യായം വായിക്കും. പിന്നെ 1-2 പാട്ട് പാടും. അച്ഛൻ എന്തെങ്കിലും ഒരു ബൈബിളിലെ ടോപ്പിക് എടുത്ത് അതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ ബൈബിൾ ക്യൂസ് നടത്തും. അത് കൂടുതലും ഏജ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ ഇതിലെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് എപ്പോഴും പ്രൈസ് അടിക്കുന്നത്. 2 ആഴ്ച മുമ്പേ ഇന്ന അധ്യായത്തില് ക്വസ്റ്റ്യൻസാ വരണേന്ന അനൗൺസ്മെന്റ് വാട്സപ്പിൽ വരും. അവരതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുവായിരിക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ ഈ ഞായർ കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും 40-ാം വെള്ളിയാഴ്ചയായി. സമയം പെട്ടെന്ന് പോയി. അപ്പൊ അതിനുവേണ്ടി ഇനിയിപ്പോ ഈ മുറത്തിൽ നിരത്തി വെച്ചില്ലെങ്കിലേ ഇങ്ങനെ പോകുമ്പോഴല്ലേ അടർന്നു പോരും. അത് സുഖാവൂല. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നപ്പോ മുറത്തിനകത്ത് ഇങ്ങനെ നിരത്തി വെച്ചതാ. പിന്നെ ഉഴുന്നുവടയൊക്കെ മേടിക്കാൻ പോണത് കാണിക്കാം. പിന്നെ പ്രയറിന്റെ ഒന്നും കാണിക്കൂല കേട്ടോ. അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ലേ. അച്ഛനും പള്ളിക്കാരും എല്ലാരും വന്ന് പ്രാർത്ഥിക്കുന്ന അത് നമ്മൾ കാണിക്കുന്നത് ശരിയല്ല. ഇപ്പൊ ബാക്കി സെറ്റപ്പുകളൊക്കെ ഞങ്ങൾ കാണിക്കാം. അതെ അതെ, ഉഴുന്നുവട ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് എടുക്കാൻ പോണത് നമുക്ക് കാണാം. അത് നിങ്ങൾ 2 പേരും കൂടി ആയിരിക്കും പോണത്. ശരി എന്നാ ഓക്കെ. പെടലേന്നെല്ലാം മാറ്റി വെക്കുവാണോ? അമ്മയുടെ അഭിപ്രായം ഞാൻ അങ്ങനെ പറയാം. എന്നാന്നറിയാമോ, ഇങ്ങനെ പെടലിയാക്കി വെക്കുമ്പോ ഒരേ രീതിയിലുള്ളവരായിരിക്കില്ല. പ്രായമായവരുണ്ടാവും, കുട്ടികളുണ്ടാകും, ചെറുപ്പക്കാരുണ്ടാവും, എല്ലാരും ഉണ്ടാവും. അപ്പൊ പ്ലേറ്റിൽ നമ്മളിങ്ങനെ 2 സെറ്റ് ചെയ്ത് വെക്കണ കാണിക്കാം. പ്ലേറ്റിലായിട്ടാ വെക്കണേ. അപ്പൊ ചിലപ്പോൾ ഉരിഞ്ഞെടുക്കുമ്പോ പൂവങ്കായ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് പോരും പെടലിലിരിക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നും ആക്കി
അധികം പഴുക്കണതിന് മുമ്പ് ചെത്തി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇങ്ങനെ എടുക്കാൻ സൗകര്യമുണ്ട്. ഞാലിപ്പൂവിനാണെങ്കിൽ ആ വിഷയമില്ല. പൂവങ്കാ പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടർന്നു പോരും. അപ്പൊ ഇങ്ങനെ ഉരിഞ്ഞെടുക്കുമ്പോ പെടലേന്ന് മൊത്തം ഉതിർന്ന് പ്ലേറ്റിൽ കിടക്കുന്നത് ഒരു വൃത്തിയില്ല കാണാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നാളെയും കൂടെ കഴിയുമ്പോഴേക്കും കറക്റ്റ് പഴുപ്പാവും. ഇപ്പൊ തന്നെ കറക്റ്റ് ആയി. 2 കിലോ അല്ലേ? 3.5 ഞാൻ പറഞ്ഞു തെറ്റിപ്പോയതാട്ടോ. 3.5 കിലോ. നാളെ ഇത് മുറിക്കാൻ പറ്റൂല, നാളെ വിട്ടുപോകും. കസേര എത്തി. അല്ല കസേര ഇങ്ങോട്ട് നീക്കി വെക്കണം, ചെടിച്ചട്ടി മാറ്റാനുള്ള മഴയും പെയ്യാം. മഴ പെയ്തോട്ടെ, ഏതായാലും വെള്ളം മുക്കി തുടങ്ങണത്. വെള്ളം ചോദിച്ചാ വെള്ളം ഇല്ല. ഈ കളർ മാത്രമേ ഉണ്ടായിരുന്നോളോ? വേറെ കളറുണ്ട് ചേട്ടാ. ഇത് എത്ര കസേര പറഞ്ഞു നമ്മള്? 30. പിന്നെ നമുക്ക് സെറ്റപ്പുകൾ ഇവിടെ പക്ഷെ അവരിവിടെ കൊണ്ടു തന്നു. കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുവരാം. എനിക്കറിയാം. മൊത്തം കിട്ടി. അങ്ങനെ പ്രെയർ മീറ്റിന്റെ ദിവസം എത്തി. ഞാൻ എന്നാണോ നേരത്തെ ചെയ്ത് വെക്കണം. 2 ഗ്ലാസ് കഴുകി ട്രെയിൽ കമത്തി ഡൈനിങ് ടേബിളിൽ വെക്കണം. എന്തിനാന്ന് വെച്ചാൽ എന്നിട്ട് പാത്രത്തിൽ വെള്ളവും വെക്കും. കുടിവെള്ളം ആവശ്യമുള്ളവർക്ക് അവർ ജഗ്ഗിന്ന് എടുത്തോളും. ജഗ്ഗിൽ വെള്ളമാണ് വെച്ചാ. ഇത് 2 ഗ്ലാസ്. പിന്നെ 2 കപ്പ് എടുക്കണുള്ളൂ. ഒരച്ഛനെ ഉണ്ടാവുള്ളൂന്നാ പറഞ്ഞ. 2 കപ്പ് എന്തായാലും കഴുകി തുടച്ച് വൃത്തിയാക്കി ട്രെയിൽ കമത്തി വെക്കണം. അച്ഛന് കോഫി മഗ്ഗിലാ കൊടുക്കണം. ബാക്കിയുള്ളവർക്കൊക്കെ ഗ്ലാസ്സിലാണ്. ഗ്ലാസ് കാണിച്ചല്ലോ, ഡിസ്പോസിബിൾ ഗ്ലാസ്. അപ്പൊ ഗ്ലാസ്സില് വേസ്റ്റ് ഇടാനായിട്ട് ഒരു മുറം സിറ്റ് ഔട്ടിൽ കൊണ്ട് അത് സമയമാകുമ്പോൾ വെച്ചാൽ മതി. അവിടെ ആ ടൈമിൽ വെച്ചാൽ മതി. ചായ കൊടുക്കുന്ന സമയത്ത് അവിടെ വെച്ചാൽ അവരതിലേക്ക് ഇട്ടോളും ചായ കുടിച്ച് കഴിയുമ്പോൾ. അപ്പൊ ഇത് അച്ഛനുള്ള ഇത്. പിന്നെ പ്ലേറ്റുകളൊക്കെ മെഷയിൽ എടുത്ത് വെക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. കഴിക്കാനുള്ള പ്ലേറ്റുകൾ എടുത്ത് വെക്കുമ്പോൾ കാണിക്കാം. അച്ഛന് സെപ്പറേറ്റ് ക്വാർട്ടർ പ്ലേറ്റ്. കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാക്സ് ആയിട്ടുള്ളൂ. അല്ലെ എന്നാൽ വൈകുന്നേര സമയത്ത് വേറെ ഹെവി ആയിട്ടുള്ള പ്രെയർ മീറ്റിങ്ങിന് എല്ലായിടത്തും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണത്. അപ്പൊ ഈ നോയമ്പ് മൂർധന്യ ടൈമിലേക്ക് വരുന്നത് 36-ാം ഞായറാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് പാൽക്കാപ്പി വേണ്ട, കട്ടൻ കാപ്പിന്ന് തീരുമാനിച്ചു. അപ്പൊ ഒരുപാട് പേര് അങ്ങനെ ഇത് ചെയ്യണവരുണ്ട്, പാൽ ഉപയോഗിക്കാതെ. അപ്പൊ കുറച്ച് വിത്തൗട്ടും തിളപ്പിച്ച് വെക്കണം. നമുക്കൊന്നും വേറെ ചെയ്യാനില്ല. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ 1-2 ഐറ്റം ഉള്ളത് മേടിക്കും. അത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ 2 പേരെങ്കിലല്ലേ എടുക്കാൻ പോണത്. പഴം ഓൾറെഡി കൊണ്ടുപോയി വെച്ച് നാടൻ പൂവമ്പഴം അത് മുറത്തിൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്ലേറ്റിൽ എടുത്ത് വെക്കുമ്പോ കാണിക്കാം. ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് ഊണമേശയിൽ എല്ലാം റെഡിയാക്കി വെക്കണം. പ്രയർ തുടങ്ങിയാൽ പിന്നെ പരിപാടികളൊന്നും പറ്റില്ല. ഗ്ലാസ് കഴുകി വെക്കട്ടെ. വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്. എന്തുമാത്രം ട്രേ അമ്മ എടുത്തോണ്ട് നടക്കണേ? ഇനി ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. എന്തിനാ ഇത്രയും ട്രേ? ട്രേ ആവശ്യമുണ്ട്. ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് കട്ടൻ കൊടുക്കണം. അപ്പൊ കട്ടൻ ഓരോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബിജു ചാച്ചൻ, അനിച്ച, നീയ, പിന്നെ രുചി ചാച്ചനൊക്കെ ഇങ്ങനെ വരും. അവരെടുത്ത് കൊടുത്തോളും. എനിക്ക് അതിന്റെ ബോധറേഷൻ ഇല്ല. ഒഴിച്ച് പകർത്തി കൊടുത്തേച്ചാൽ മതി. എല്ലാരും ഉള്ളതുകൊണ്ട് അവര് പകർത്തി കൊടുത്തോളും. അപ്പൊ ഇത്രയും കട്ടൻ കൊടുക്കാനാ ട്രേകളാ. പിന്നെ ഇത് ഗ്ലാസ്. ഇത് ഞാൻ പറഞ്ഞില്ലേ മേശയിൽ വെച്ചാൽ വന്നവര് വെള്ളം ആവശ്യമുള്ള ഒരു വെള്ളം എടുത്തു. പിന്നെ പ്ലേറ്റുകളുണ്ട്, അതന്നേരം കാണിക്കാം. അത് നിങ്ങൾ കണ്ടേക്കണ പ്ലേറ്റുകളൊക്കെ തന്നെയാണ്. വൈറ്റ് പ്ലേറ്റിൽ സാധനങ്ങൾ എടുത്തു വെക്കാൻ. ട്രേയിലും എടുത്തു വെക്കണം. പഴയ ട്രേയിലാണ് വെക്കണം. ട്രേ അല്ല, വേറെ ട്രേ. ശരി. മറ്റേ ട്രേ ഒന്ന് തുടയ്ക്കണോ? അതൊക്കെ തുടച്ചു. എല്ലാം നീറ്റാക്കി കഴുകി തുടച്ചു. റെഡിയാക്കി വെച്ചു. തുടയ്ക്കുമല്ല ചെയ്തത് ശരിക്കും. അത് കഴിയേച്ചില്ലേ ഷെയ്ഡിൽ വെക്കുക ചെയ്തത്. വെള്ളം വലിഞ്ഞിട്ടേ കിണറിന്നിട്ടേല് ഷെയ്ഡില് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഈ മെറ്റീരിയൽ ചിലപ്പോ കളർ ഫെയ്ഡ് വരും. അതിന് ചിലപ്പോ പക്ഷെ കാലപ്പഴക്കത്തിന്റെ ഒരു പഴക്കം ഉണ്ട്. പിന്നെ ഒരുപാട് നാളുകളായതല്ലേ. എല്ലാം പഴയ ട്രേകളാണ്, പുതിയ ട്രേകളൊന്നുമില്ല. പിന്നെ നീ മേടിച്ച് 1-2 ചെറുതുണ്ട്, അത് എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം അങ്ങനെ ചെറുത് ആവശ്യമില്ല. സ്റ്റീൽ ട്രേ ഉണ്ട്. പിന്നെ വേറെ ഒരു കുഞ്ഞു വെള്ളം എടുക്കാൻ ഒരു ഗ്ലാസും ഇതും കൂടെ വെക്കാവുന്ന. അത് പറ്റില്ല. സ്നാക്ക് എടുക്കാൻ നല്ല ഷേപ്പുള്ള ഒരു ട്രേ. പക്ഷെ അത് ഒരാൾക്കൊരു പ്ലേറ്റിൽ എന്തെങ്കിലും കഴിക്കാനും കോഫി മഗ് വെക്കാനുള്ള വലിപ്പം. ഇതൊക്കെ നമുക്ക് ഊണമേശിട്ട് വെക്കണം. ഇതാണ് പരിപാടി. ഇപ്പൊ അങ്ങനെയല്ല കാണിക്കണ്ട. ഊണമേശ വെക്കുമ്പോൾ കാണിക്കാം. അതില് പാടുകളുണ്ടല്ലോ. ഒന്നോടത്ത് ശരിയാക്കാം. ഇതിലെ പോകൂല. ഞാൻ കൂടെ ഗ്ലാസ് അങ്ങ് വെച്ചോളൂല്ലോ.
ടിഷ്യൂ പേപ്പർ ഞാൻ ദേ ഈ സാധനത്തിൽ ഇടാൻ പോവാണ്. ടിഷ്യൂ പേപ്പർ വെച്ചു ദേ ഇത്രയും പോരെ. ഇത് മാറ്റി വെച്ചേരാ, ചിലപ്പോ ഇത് കഴിയുവാണെങ്കിൽ. അപ്പൊ അതിനകത്തേക്ക് ഇത് വെക്കാം. എന്റെ ഡയറക്ഷനാ. അങ്ങനെ നമ്മുടെ ഗ്ലോറിയൻ കമ്പനിന്ന് മേടിച്ച സെറ്റ് ചെയ്താലേ കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പ്രയർ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ കാപ്പി ലാസ്റ്റ് തളിച്ചോളൂ. ഓ ഇത് രണ്ടെണ്ണം പാരലായിട്ട് വിരിക്കണ്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ പ്ലേറ്റുകളൊക്കെ വെക്കണ്ടേ? 2 സെറ്റായിട്ട് വെക്കുന്ന സാധനങ്ങൾ മറ്റേ പ്ലേറ്റിൽ ശരിയാവൂലല്ലോ. അന്നേരം 2 വെച്ച് കഴിഞ്ഞ് പ്ലേറ്റും ഇത് ട്രേ ഒക്കെ ഞാൻ കൊണ്ടേ വെക്കാം. അപ്പൊ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. ഇനി അപ്പ വന്ന് പഴം ശരിയാക്കി വെച്ചോട്ടെ. എങ്ങനെയാന്ന് വെച്ചാ പ്ലേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെ അപ്പന്റെ ഡ്യൂട്ടിയാ. മറ്റേ ടേബിൾ മാറ്റിങ്ങൾ ഇടണം. ഇവിടെ വേറൊരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണുള്ളത് ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ വെച്ചേക്കാം. ടിഷ്യൂ വെച്ച് സെന്ററിൽ വെക്കണം. ടേബിൾ മാറ്റി ഇങ്ങനെ വെക്കണ എന്തിനാണെന്നറിയാമോ? നമുക്ക് പല സംഗതികളും ഇതിന്റെ മീതെ വെക്കാനുണ്ടാവും, പ്ലേറ്റുകളൊക്കെ. അപ്പൊ ഇത് 2 ഒരു ഷീറ്റ് വിരിക്കാൻ നമുക്കുള്ള റണ്ണറായിട്ടുള്ള ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചതാണ്. അപ്പൊ 3 ഉണ്ടെങ്കിൽ ടേബിൾ കവർ ചെയ്ത് നിൽക്കുള്ളൂ. നമ്മൾ ഈ 2 മേടിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ സാധനങ്ങൾ നിരത്തുക, ടേബിൾ മാറ്റി ഇട്ടേച്ച് പ്ലേറ്റ് വെച്ച് കഴിക്കാന്ന് ഉദ്ദേശിച്ച. അപ്പൊ ഇന്ന് ആ പരിപാടി അല്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഗതികള് അരികില് വീഴാതെ ഇങ്ങനെ ബോർഡറിലായിട്ട് വെക്കാം. അതിന് വേണ്ടിയാട്ടോ. അപ്പൊ ഇനി മറ്റു പ്ലേറ്റുകളൊക്കെ എടുത്തോണ്ട് വരാം. അപ്പൊ വന്നേ അപ്പൊ പഴം എടുത്ത് വെച്ചോട്ടോ. മറ്റു പ്ലേറ്റും ഗ്ലാസ്സും കൂടെ കൊണ്ട് വെക്കാം. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിനുള്ളതും കസര കസര നോക്കി. ഗ്ലാസ് മതിയില്ലേ? മറ്റു പ്ലേറ്റ് ഒക്കെ വെച്ചേക്കാട്ടോ. ഇതിൽ ഉദ്ദേശിക്കണതേ പഴാട്ടോ വെക്കാൻ. അപ്പൊ ഇപ്പൊ തന്നെ എടുത്ത് വെച്ചോളും. ഇത് കണ്ട നമുക്ക് പഴം വെക്കാനുള്ളത് പിന്നെ കമത്തി ഒന്നും വെക്കണ്ട. കാരണം പഴം അങ്ങ് തുറന്ന് വെച്ചെടുക്കുവല്ലേ. ഇതിൽ 2ലും വട വെക്കാനുള്ളതുകൊണ്ട് ഇത് കമത്തി വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാലല്ലോ പൊടിയൊക്കെ വീണാൽ ശരിയാവൂലല്ലോ. അപ്പൊ ഇത്രയും സംഗതിയാണ് ഇപ്പൊ സെറ്റ് ചെയ്ത് വെക്കാനുള്ളൂ. പിന്നെ വേണ്ടി വന്നാൽ അവിടെ നിന്ന് പ്ലേറ്റ് എടുക്കാൻ വേറെ. ഇതില് പഴവും ഇതില് 2ലും വടയും ഉദ്ദേശിക്കുന്നത്. പിന്നെ പഴം എടുക്കാൻ ചിലപ്പോ ഒരു ട്രെയിനോട് വേണ്ടി വരും, അന്നേരം എടുക്കാം. ഇപ്പൊ തൽക്കാലം ഇത് മതി. പിന്നെ വലിയ ട്രേകൾ ഇവിടെ കൊണ്ട് വെച്ചേക്കാം. പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ഇവിടെയാണ് ഞാൻ ഈ പഴയ നമ്മുടെ ദിവാനയിലാണ് നമ്മള് ഗ്ലാസും കുറച്ച് ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അന്നേരം എടുക്കാം. പോരെ മതി. എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. ഗ്ലാസ് വെക്കാനുള്ളത് ഒരു ട്രേ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് എടുത്തോണ്ട് വരാട്ടോ. കറക്കി മാറ്റാൻ നോക്കണോട്ടോ. അവിടെ കൈ തുടങ്ങണം. അത് ഉണങ്ങി എല്ലാം സെറ്റാക്കി. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഇരുന്നാലും ഗ്ലാസ് വെച്ച് കൊടുക്കാനല്ലോ. കമന്നോ മലന്നോ ഇരുന്നാലൊന്നും കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്നോട്ടെ അല്ലേ? ഓക്കെ ഓക്കെ. ഒരുക്കങ്ങൾ ഏകദേശം കഴിഞ്ഞു. അതെ. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഇതല്ലേ. കാപ്പി ഉണ്ടാക്കിയാൽ മാത്രം മതി. മാത്രമേ ഉള്ളൂ. ചവിട്ടി മാറ്റാൻ ഓർക്കണേ. ചവിട്ടി ഇവിടെ ഇട്ടേക്കോ പുറത്തിടാനുള്ള ചവിട്ടി. ഇത് പുറത്ത് നമ്മള് ശേഷാവസരങ്ങളിൽ ഇടുന്ന ചവിട്ടിയ. സാധാരണ റഫ് ചവിട്ടിയല്ല. അല്ല സാധാരണ ഇടുന്ന ചവിട്ടിയല്ല. തക്കിയതുപോലെ കഴിഞ്ഞ് മാറ്റാം അല്ലേ? ഇനി ഡ്രോയിങ് റൂം അടിക്കാം. അത് സെറ്റ് മാറ്റി വെച്ചടിക്കാൻ മതി. ഡ്രോയിങ് റൂമിന്റെ സെറ്റിയൊക്കെ മാറ്റാൻ പോവാട്ടോ. അതപ്പ കൂടി മാറ്റണം. പിടിച്ചിട്ട് എന്തോരം പൊടിയാന്ന് നോക്കിക്കല്ലേ. ഇന്നലെ അടിച്ചതാ. അപ്പയാണ് പ്ലേറ്റിൽ പഴമൊക്കെ നല്ല കറക്റ്റായിട്ട് ഓരോന്നും അതിൻ്റെതായ പ്ലേസിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ്. പെട്ടി എവിടെയാ വെക്കണേ? ഇവിടെ ഇരുന്ന ദിവാൻ അപ്പുറത്തേക്ക് മാറ്റി.
ബൈബിൾ എടുത്തു വെച്ചു. അപ്പൊ തുടച്ചോ, ഞാൻ എന്റെ രീതിയിൽ തുടച്ചു. അത്ര തുടച്ചാലും ഇവിടെയാണ് അച്ഛൻ ഇരിക്കണേ അല്ലേ? ഇതൊക്കെ മാറ്റും കേട്ടോ. മാറ്റണത് ഉച്ച കഴിഞ്ഞിട്ടുള്ള നേരം കാണിക്കാം. പൊടി അടിക്കാതിരിക്കാനാണ് ഇതിങ്ങനെ വെക്കണത് നമ്മൾ. എല്ലാവരുടെ ഫോണും എല്ലാ സാമഗ്രിയും ഇവിടെ പറ്റി വെച്ചോളണം. പിന്നെ അച്ഛനോടൊക്കെ പോയി ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ വെക്കാനേ ഇട്ടിക്കൂടുക. അവിടെ കേറൂല അല്ലേ? പിന്നെ ഇറക്കാൻ ഇല്ല. മുറി കൊണ്ടോ ഇച്ചിരി ചെരിച്ചാ കേറും. ഞാൻ എടുത്ത് വെച്ചു. പാര അപ്പോൾ സെറ്റുകളെല്ലാം നമ്മൾ റൂമിൽ നിന്ന് എടുത്ത് അടുത്ത റൂമിലേക്ക് നമ്മൾ മാറ്റുകയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ തിരിച്ചിട്ടത് ഞാനും അപ്പയും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ സെറ്റുകളെല്ലാം മാറ്റിയപ്പോൾ നമുക്കൊരു വലിയ ഹോളായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണാതെ എന്ത് വലിയൊരു റൂമായില്ലേ ഇപ്പോൾ. നല്ല റൂമാണല്ലോ. ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോ 10 കൊല്ലമായി ഇത്ര എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ട് കാർഷിന്റെ റൂമിലേക്ക് ചേർന്നു. പിന്നെ വിളക്ക് ഇവിടെ വെക്കണം. ഈ വിളക്കും ഇതും ഊരണം. ആ തൂക്കിക്കാനും പക്ഷെ അത് തുണി കൂടി. ഇതപ്പം ഇഷ്ടമുള്ള തുണി തൂക്കിക്കും. ഇനി അടിച്ചിട്ട് വേണം മണി മറ്റേ റെന്റ് എടുത്തേക്കണ ചേർന്ന് എത്താൻ. മണ്ണും പൊടിയും പണി സെറ്റി മാറ്റുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണുകൾ കാണും. സൗണ്ട് കേട്ടോ ഇത് മാറ്റി കഴിയുമ്പോൾ എക്കോ പോലെ. അതെ 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 ഭയങ്കര എക്കോ. അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ക്ഷീണിതയാ ചൂടായതുകൊണ്ട്. അപ്പൊ പുറത്തേക്ക് പോകണോ? നല്ല കസേരകളുണ്ട്. കളർ ചേഞ്ച് അങ്ങനെ ആ 2 സ്റ്റൂളുകളുടെ ഒരു വസ്തുക്ക് മാറ്റാം. ഞാനീ പരിമണിക്ക് എടുത്തെടുത്ത് കയ്യിൽ മുഴുവൻ എടുത്താലോ. പോയി തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ മേടിച്ചാ വന്നു. അതെ, പരിമല 100. അല്ല ഇത് നമ്മുടെ ഇത് പിന്നെ പാമ്പാക്കട നമസ്കാരം ഉണ്ട് അവിടുന്ന് മേടിച്ച് ഓർത്തഡോക്സിന്റെ. ഇവിടെ കസേര ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇനി കുറച്ചും കൂടെ ഇട്ട് തൂക്കാനുണ്ട്. അതെ അവിടെ ഉണ്ട്. അപ്പം ഇട്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ദേ ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. പാസേജ് മാത്രം ഇട്ടാൽ മതി. ആ പാസേജ് ഇത്തിരി ഫ്രീ ആയിട്ട് കിടക്കണമല്ലോ. അവിടെ നമുക്ക് കാർപ്പറ്റ് വിരിക്കാം. ഇത് ടീപ്പോയി മാറ്റണം. അങ്ങനെ നമ്മുടെ ഫൈനൽ അറേഞ്ച്മെന്റ് കണ്ടോ? എങ്ങനെയുണ്ട്? 25 കസേര അകത്ത് കിടന്നു അല്ലേ? എല്ലാ സെറ്റുകളും ഒക്കെ ബെഡ്റൂമിലേക്ക് മാറ്റി. ഇരിക്കാനുള്ള സ്പേസ് ആയിട്ട് പോയി വെച്ചിട്ട് ബാക്കി എല്ലാ സംഗതി ടി വി സ്റ്റാൻഡും പെട്ടി ഇവിടെ വെച്ചു. ബാക്കി എല്ലാ സംഗതികളും ഒരു ബെഡ്റൂമിലേക്ക് മാറ്റിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇരുന്നോണ്ടിരുന്ന പ്ലാസ്റ്റിക്കിന്റെ ചെയറൊക്കെ സിറ്റ് ഔട്ടിലിടും. പിന്നെ 5 ചെയറ് പുറത്ത് വൈകുന്നേരം അല്ലേ അപ്പൊ വരുമ്പോ പിള്ളേരൊക്കെ ഉണ്ടാവും. ചിലപ്പോ മാവിന്റെ കടലിലൊക്കെ മുറ്റത്തിരിക്കാം അവർക്ക്. എന്നിട്ട് തുടങ്ങുമ്പോ അകത്തേക്ക് പോന്നാ മതിയല്ലോ. അപ്പൊ അവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു 5 ചെയറ് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് അന്നേരം നേരത്തെ ഇപ്പൊ വെയില. അപ്പൊ പരിപാടികൾ എല്ലാം സെറ്റായി. തൂക്കുവിളക്കും തോരണവും മാറ്റണം അവിടെ നിന്ന്.
ഇപ്പോൾ അത് ഇവിടെയും റെഡിയായി. ഇവിടെ നമുക്ക് ചായയൊക്കെ എടുത്ത് വെക്കാം ഈ റൗണ്ടിൽ. പിന്നെ വേദപുസ്തകം കണ്ടോ, 25 കസേര അകത്ത് കിടന്നു അല്ലേ. അതിന്റെ മുകളിലാണ് നമ്മൾ വെക്കണേ. അല്ല, അതിന്റെ മുകളിലാണ് നമ്മൾ വെക്കണേ. ആപ്പിള് മാറ്റും. ആ റൗണ്ട് അവിടെ ഇരിക്കട്ടെ. അച്ഛൻ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. അവിടെ അത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കണതാ, വേറെ ഒന്നിനും വേണ്ടി. അതിന്റെ മുകളിൽ വെക്കാൻ ടേബിൾ മാറ്റ് അല്ലേ. ടേബിൾ മാറ്റായിട്ട് മേടിച്ചത്. അങ്ങനെ ഡൈനിങ് ടേബിള് നമ്മുടെ സെറ്റായി. ഇത് കണ്ടോ, പഴം, പൂവമ്പഴം എല്ലാം റെഡിയായി. ഗ്ലാസ്സുകൾ, വെള്ളം കുടിക്കാനുള്ളത്, അച്ഛന് കൊടുക്കാനുള്ള ചായ ഗ്ലാസ്, വട വയ്ക്കാനുള്ള പ്ലേറ്റ്, ടിഷ്യൂ പേപ്പറിൻ്റെ സ്റ്റാൻഡ്, ട്രേകൾ എല്ലാം സെറ്റായി. അതൊക്കെയാണ് എന്റെ പണി. അമ്മ വരുന്നുണ്ടോ വട എടുക്കാൻ? സമയമില്ല വർത്താനം പറഞ്ഞേക്കാം. കഴുത്തേൽ എന്തെങ്കിലും ഒരു ഇട്ടോണ്ട് പോകും കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. എവിടെ പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ആക്ച്വലി പോകുന്നത് ഉഴുന്നുവട എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഉഴുന്നുവട എടുക്കാൻ അമ്മ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അമ്മ ഇവിടെ ക്ലീനിങ്ങിന്റെ ഒക്കെ അവസാന ഘട്ട പരിപാടിയിലാണ്. അപ്പൊ നമുക്ക് ഉഴുന്നുവട എടുക്കാൻ പോവാം. എടുത്തോണ്ട് പോയി വന്നിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാട്ടോ. അപ്പോഴേക്കും എല്ലാവരും വന്ന് തുടങ്ങേണ്ട സമയമാകും. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അപ്പൊ അവിടെ കാർ ഓൾറെഡി എടുക്കാന്ന് വെച്ചു. ഞാൻ ഓടിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്താണ്, പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അതാണ് സംഭവം. പോയിട്ട് വരാം. ഞാൻ മാല ഒന്നും ഇട്ടിട്ടില്ല, കാരണം എനിക്ക് ആകെ ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. കമ്മലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് കാരണം അമ്മ വഴക്കിട്ട് നടക്കുക. കാറെടുത്ത് പോവാം, പോയിട്ട് വരാം. അടയ്ക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് അടയ്ക്കാതിരുന്നേ. നല്ല മണം വടയുടെ. ഒരെണ്ണം കഴിക്കാൻ ഇപ്പൊ തന്നെ തോന്നുന്നുണ്ട്. നല്ല മണം വടയുടെ. തുറന്നു നോക്കിയാലോ? വലിയ വെയിറ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ അടച്ചോ. ഞാൻ കൊണ്ടുവരാം. അപ്പയ്ക്ക് വടയൊന്ന് ടേസ്റ്റ് ചെയ്യണോ? അപ്പ തുറക്കട്ടെ കേട്ടോ. ഞാൻ തുറന്നാലേ നന്മയിലേ കേട്ടോ. നന്മേന്ന് നമ്മൾ എല്ലാ സാധനവും മേടിക്കാറ്, ഇങ്ങനെയുള്ള ഐറ്റംസ്. തോമസ് ചേട്ടന്റെ. അതായത് എന്ത് പ്രോഗ്രാമിനും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നെയ്യപ്പം എന്ത് സാധനം നമ്മൾ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞാൽ ഉണ്ടാക്കി തരും. അതിന് പ്രത്യേക ഒരു കാര്യമുണ്ട്. ഹസ്ബൻഡും തോമസും കൂടെ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പൊ ഞങ്ങള് എല്ലാ പരിപാടികളും പുള്ളിനെ ഏൽപ്പിക്കാറുണ്ട്. കൃത്യം 3 മണി എന്ന് പറഞ്ഞാൽ 2:45 പാക്ക് ചെയ്ത് വെച്ചു. അപ്പൊ ഇന്നത്തെ ഞങ്ങള് കാറയിൽ ഇരുന്നട്ടെ മണ അടിച്ചിട്ട് ഒരു നിവൃത്തിയില്ലായിരുന്നു. നല്ല സൂപ്പർ വട കാണുമ്പോ തന്നെ ഒരെണ്ണം കഴിക്കാൻ തോന്നും. അതിന് കഴിച്ചോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരെണ്ണം എന്തായാലും ടേസ്റ്റ് ചെയ്യണം. ഒരെണ്ണം അങ്ങ് എടുക്കാം, എല്ലാവർക്കും കൂടെ ടേസ്റ്റ് ചെയ്യാം. ഒരെണ്ണം എല്ലാവർക്കും കൂടെ എടുക്കാം. ഒരു 25-30 പേരെ ഉണ്ടാവുള്ളൂന്നാ പറഞ്ഞ. അപ്പൊ ഏതായാലും ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എടുക്കാം. എന്തായാലും നല്ല സോഫ്റ്റാ. നല്ല വടയാണോ? പ്രത്യേകിച്ച് പറയണ്ട.
അങ്ങനെ നിന്റെ ഇപ്പം ചായ കുടിച്ചോ കേട്ടോ. ചായ റെഡിയാ. അതൊക്കെ എടുത്ത് വെക്കാം. അത് കുടിച്ചേ. ഇത് കുടിക്കാം, കഴിക്കാം. എന്നാ ഇത് നീ കഴിച്ചോ. അപ്പയാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അമ്മ എങ്ങാണ്ട് പോവാന്ന്. രണ്ടും ഫുള്ളാക്കിയോ? 9, 10, 12, 4, 35, 39. ശരിയാ, അത് ഞങ്ങൾ അയച്ചാൽ. ഇവിടെയും ബാക്കിയുണ്ട് കേട്ടോ. വെള്ളം വെച്ചിട്ടേ ഉള്ളൂ അല്ലേ? ഇപ്പോഴേ ഉണ്ടാക്കി വെക്കരുത്. 5 മണിക്കല്ലേ തുടങ്ങണേ, 4 ആയിട്ടുള്ളൂ. 4:30 ആകുമ്പോ ആക്കി വെക്കും. നേരം കാണിക്കാം. അന്നേരം കാണിക്കാൻ സാധിച്ച ആൾക്കാർ വന്നു തുടങ്ങിയാൽ കാണിക്കൂല. ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു വർക്കുമില്ല. ശരി, ഓക്കെ. അപ്പൊ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഒന്നുകൂടി കാണിക്കാം. എല്ലാം ഓൾ സെറ്റ്. ഇത് 2 പ്ലേറ്റിൽ അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. കാന്തലിൽ വേറെ ഇരിപ്പുണ്ട്. തീർന്ന മുറയ്ക്ക് ഫില്ല് ചെയ്താൽ മതി. ഓക്കെ. നല്ല ഭംഗി ഇത് കാണാൻ. നല്ല സോഫ്റ്റുവാ. കാണുമ്പോ തന്നെ ഒന്ന് എടുക്കാനുള്ള ടെംപ്ടേഷൻ വരുന്നുണ്ടെന്ന് അപ്പ പറഞ്ഞു. ഇത് കുടിവെള്ളത്തിനുള്ളതാണ്. അച്ഛനും കൊടുക്കാനുണ്ട്. പിന്നെ ഗ്ലാസ്സിലാണ് മറ്റവർക്കൊക്കെ കൊടുക്കണം. ഇത് കാപ്പി എടുക്കാനുള്ള ട്രേകളാണ്. അല്ലെങ്കിൽ കൂടുതൽ എടുക്കാൻ എല്ലാം കഴി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി. ഈ പണം വെക്കാനുള്ള ഒരു പ്ലേറ്റ് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചേക്കാം. നല്ലതല്ലേ? നല്ല പാത്രം. പ്ലാസ്റ്റിക് ഇതെന്ന് അറിയില്ല. നിസാര വിലയുണ്ടായിരുന്നു. ഓഫറിൽ കിടന്നുണ്ട്. നല്ല പാത്രം. പക്ഷെ ചില പർട്ടിക്കുലർ പർപ്പസുകൾക്ക് നല്ലതാ. പലതും എടുക്കാൻ നല്ലതാ. വലിയ റേറ്റ് ഇല്ല. ഞാൻ മറന്നുപോയി. ഇപ്പൊ കുറെ നാളായതാ. കാണിച്ചു കൊടുക്കാം. ഇതുപോലെ ഇവിടെ വെക്കണ്ടല്ലോ അല്ലെ? ഊണുമുറിയിൽ വെച്ചാൽ പോരെ. ഇവിടെ വെച്ചാൽ കമത്തി വെച്ചേക്കാൻ വേണ്ടി ഇതങ്ങ് മാറ്റാം. അപ്പോൾ അച്ഛനിരിക്കുന്ന ഈ ഒരു ടേബിളിൽ നമ്മൾ ഇതൊക്കെയാണ് സെറ്റ് ചെയ്തത്. ബൈബിളുണ്ട്, പിന്നെ പണം വയ്ക്കാനായിട്ടുള്ളൊരു പാത്രം വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഹോളിൻ്റെ ആ ഒരു ഫുൾ രൂപം എങ്ങനെയാണെന്ന് വീഡിയോയിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, മൊത്തത്തിൽ തന്നെ രൂപമാറ്റം അങ്ങ് വന്നു. കാർപ്പറ്റൊക്കെ നമ്മളിട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ കളർ ചവിട്ടിയും അമ്മ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ചവിട്ടി അങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല. ഇതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ അപൂർവമായിട്ട് മാത്രം വിരിക്കുന്ന ഒരു ചവിട്ടിയാണ്. അതുപോലെ കാർപ്പറ്റും അതെ. പക്ഷേ ഈ കാർപ്പറ്റിൻ്റെ കളറ് ആ റൂമിൻ്റെ കളറായിട്ട് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ക്രീം ആൻഡ് റെഡിൻ്റെ കോമ്പിനേഷൻ ഉണ്ടല്ലോ. ഇതും ഇതുപോലെ നല്ല പരിപാടികൾക്കൊക്കെ മാത്രമാണ് നമ്മൾ വിരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല പൊടിയൊന്നും ഇല്ലാതിരിപ്പുണ്ട് കണ്ടോ. അപ്പയൊക്കെ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നു. ഞാൻ പിന്നെ ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ. സെയിം ഡ്രസ്സ് തന്നെയായിരുന്നു. ഞങ്ങളങ്ങനെ എല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അകത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആദ്യം പള്ളിയിലെ അങ്കിള് വന്നു. ഈ പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന അങ്കിളാണ്. അങ്കിൾ ആദ്യം വന്നു. പുറത്ത് നല്ല കാറ്റായതുകൊണ്ട് മരച്ചുവട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വെച്ചു. പിന്നെ പ്രോഗ്രാമിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പയായിരുന്നു സ്വാഗതമൊക്കെ പറഞ്ഞത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മമ്മിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വീഡിയോയിൽ പലതവണ കണ്ടിട്ടുണ്ട്. മമ്മി അപ്പയുടെ ജ്യേഷ്ഠൻ്റെ വൈഫാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, പലതവണ അമ്മ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട്. അപ്പം മമ്മിയും അമ്മയും കൂടെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞും കാപ്പിയൊക്കെ തേർത്തിയും ഒക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അവരെന്തൊക്കെയാണ് പറയണതെന്ന് കുറച്ചൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. എനിക്കെപ്പോഴും എൻ്റെ കയ്യിൽ മഞ്ജുനാളെന്നോട് പറഞ്ഞു മമ്മി പണ്ട് ഭയങ്കര മധുരയിലായിരുന്നു. ഇപ്പൊ മമ്മിക്ക് ഇച്ചിരി വീട്ടിലില്ലേ കൊയ്യായിട്ട് വന്നാൽ എന്നെ കൊല്ലുക. അതാണ് ഷുഗറില്ലല്ലോ. എന്നോട് പറയാ ആ മധുരാമ്മ ഇടാൻ മേലെ. എന്നോട് ചോദിച്ചു ഇങ്ങനെ ഈ മധുരെല്ലാം തീറ്റി വെച്ച് വിട്ട് കഴിഞ്ഞ് ഇവിടെ വന്ന ഇന്നലെ മോരിയാച്ച കൊടുത്തപ്പോ കൊടുത്തപ്പോ പറയാട്ടോ മോരിയാച്ചും ഇത് തോരൻ. അവിടുത്തെ വാഴക്കൂമ്പ ചെറുപയറിട്ട് തോരൻ ഉണ്ടാക്കി. മോരിയാച്ച് നല്ലതാ, തോരനും നല്ലതാ. പക്ഷെ അതിന്റെ കൂടെ മീൻചാറ് വേണം. എടുത്തു വന്നോട്ടെ. ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞു അഞ്ചേച്ചിയും ബാബുചേട്ടനും കൂടെ ആയിരിക്കും എപ്പോഴും കോമ്പറ്റീഷൻ. സുശീലി വരുന്നില്ലേ?
ആ പടത്തിൽ ഞാനൊരു പടത്തിൽ ഇങ്ങനെ കണ്ടു, കണ്ണൊക്കെ എഴുതി എന്തോ പണ്ടൊക്കെ ഇത്രയും മുടി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ മുടിയൊക്കെ പിന്നീട് അതൊന്നും എല്ലാത്തിനും ഒരു പിന്നെ വരുന്നു വെളുക്കുന്നു പോകുന്നു. അങ്ങനെ പള്ളിയിൽ അച്ഛൻ വന്നു. പ്രെയർ മീറ്റ് ടൈമിൽ തന്നെ ആരംഭിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യം ഒരു പാട്ടിലായിരുന്നു തുടക്കം. അതിനുശേഷം ബൈബിളിലെ സങ്കീർത്തനത്തിൻ്റെ ഒരു അധ്യായം വായിച്ചു. പള്ളിയിൽ തന്നെ ആനിയാൻ്റിയാണ് വായിച്ചത്. പിന്നെ പ്രെയർ, സ്വാഗത പ്രസംഗം, അങ്ങനെ മറ്റ് പ്രോഗ്രാമിൻ്റെ അജണ്ട അനുസരിച്ചിട്ടായിരുന്നു നടന്നത്. അത് നിങ്ങൾക്ക് കാണാം കേട്ടോ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ആദ്യമായിട്ട് ഈ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ചെയ്ത് സംസാരിക്കുകയാണ്. ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. ആ ടൈമിൽ ഞാനെന്തോ കസേര എടുക്കാൻ പോയെന്ന് തോന്നുന്നു. അതാണേ. വർജിക്കാന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ എന്താ തീരുമാനിക്കുന്നത്? മത്സ്യം വേണ്ട, മാംസം വേണ്ട, അല്ലേ? ഇതല്ലേ ഉപേക്ഷിക്കുന്നത്. പക്ഷെ ക്രിസ്തു പഠിപ്പിക്കുന്നത് അതല്ല. നിനക്ക് ഏറ്റവും പ്രിയമായിരിക്കുന്നത് എന്താകുന്നു അതിനെ നീ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോ നിനക്ക് ഉള്ളതൊക്കെ അവൻ നൽകിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ സകലതും നിനക്ക് ലഭ്യമാകും. ശേഷം ബൈബിൾ റിലേറ്റഡ് ക്വിസ്സാണ് നടന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് കേട്ടോ ഈ ബൈബിൾ ക്വിസ് ഞങ്ങൾക്ക് നടക്കാറുള്ളതിൽ. അപ്പോൾ ചില പ്രസക്തമായ ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉത്തരം പറയാവൂ. ഒരു പകുതി ആവുമ്പോഴത്തേക്ക് ഉത്തരം പറയുന്ന ആളെ എഴുന്നേറ്റ് എന്ന് പറയണം. മത്സരമുണ്ടോ? തുടങ്ങുവാണ്. ആദ്യത്തെ ചോദ്യം, വചനം ഗ്രഹിക്കുന്നത് ആർക്കൊക്കെ? വചനം ഗ്രഹിക്കാൻ ആർക്കൊക്കെയാണ് സാധിക്കുന്നത്? അത് മത്തായിയുടെ സുവിശേഷത്തിന്റെ 19-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതാണ്. 19-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. വചനം ഗ്രഹിക്കുന്ന ആർക്കൊക്കെ? വചനം ഗ്രഹിക്കുന്ന ആർക്കൊക്കെ? 20 മുതൽ 28 അല്ല അല്ല, നമ്മൾ ആദ്യത്തെ 8 വരെ പറഞ്ഞു. അതിന് 9 മുതൽ 18 വരെ ചെല്ലുകയും അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിന്റെ കുട്ടിയെയും കാണും. അത് പറയേണ്ട സമയത്ത് പറയാം. മറന്നുപോകും, നമുക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ചേച്ചി എഴുതി പിള്ളേര് പരീക്ഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ പറയാൻ അടുത്ത ചോദ്യം. അല്ല, അതിന് വ്യക്തമായിട്ട് 21-ാം അധ്യായത്തിൽ പരീക്ഷന്മാരും പുറമെയുള്ള അവരെ വെറും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നില്ല. അതിൽ ഒരു കീ പോയിന്റും കൂടെ ഉണ്ട്. ആരാണ് ഏതാണ്ട് പറഞ്ഞു എന്നൊരു കീ പോയിന്റ്. ആ കീ പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറയാം. യോഹന്നാനെ പറ്റി പറഞ്ഞപ്പോൾ യോഹന്നാനെ പറ്റി എന്ത് പറഞ്ഞു? പിന്നെ യോഹന്നാൻ അവർ വന്നപ്പോൾ പിന്നെ എല്ലാവരും അവരെ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. വിശ്വസിക്കാതിരുന്ന ആൾക്കാരൊക്കെ അത് ഈ ചുങ്കക്കാരും ന്യായശാസ്ത്രിമാരും പരസ്യന്മാരും അല്ല, ചുങ്കക്കാരും വിശ്വസിക്കാതിരുന്ന ആൾക്കാരൊക്കെ വിശ്വസിക്കുന്ന പരസ്യന്മാരും. യോഹന്നാനാണ്. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവരെ വിശ്വസിച്ചില്ല. അതായത് നമ്മളെ കൊണ്ട് ആൾക്കാർ. ഞാൻ കോമ്പറ്റീഷന് ഫുള്ളായിട്ടുള്ള പാർട്ട് ഇട്ടിട്ടില്ല കേട്ടോ, കാരണം അത് ഒത്തിരി ലോങ് ആയി പോവും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കട്ടായതായിട്ട് തോന്നുന്നത്. കുറച്ച് ഷോർട്ടായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കണം കേട്ടോ. ഇങ്ങനെ മാർക്ക് കൊടുക്കാൻ പറ്റില്ല.
അല്ല അതിനൊക്കെ മുമ്പ് അത് പറഞ്ഞേ അല്ല അതിനൊക്കെ മുമ്പ് അത് പറഞ്ഞേ അതിനൊക്കെ മുമ്പ് തുടക്കം തന്നെ ഇത് പറഞ്ഞു തുടങ്ങി. ഹാ കഷ്ണം 3 പ്രാവശ്യം 4 പ്രാവശ്യം പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഹാ കഷ്ണമായി പറഞ്ഞേക്കാം. ഏതാ കേട്ടില്ല? ഏതാ അല്ല സമയം കഴിഞ്ഞ ഇത് വന്നു. അപ്പൊ ഞാൻ പറയുകയാണ് അത് മാർക്ക് ക്രിസ്മസ് ട്രീ അധികം കിട്ടിയിട്ടില്ല. തുളസി പറഞ്ഞു ഞാൻ കേട്ടില്ല. തുളസി ഇതിന് നമ്മള് പ്രധാനം കൊടുക്കുന്നു. നീതി കരുണ വിശ്വസ്ത ന്യായം കരുണ വിശ്വസ്ത. ഓക്കെ. അപ്പൊ മാർക്കില്ലെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് അതിന് മാർക്കില്ല. അപ്പൊ അതിന് ക്രിസ്മസ് മാർക്കില്ല കേട്ടോ. അതെ അടുത്ത ചോദ്യം. ക്വിസ് കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് ലഭിച്ചത് ആനി ആൻറ്റിക്ക് തന്നെയാണ്. സെക്കൻഡ് പ്രൈസ് ബാബുപ്പച്ചനുമാണ്. എല്ലാ സമ്മാനം സിഎം വർഗീസ് റിഞ്ജു കോശി അച്ഛൻ എഴുതിയ മർത്തോമൻ പൈതൃകം എന്ന പുസ്തകമാണ്. റിപ്പോർട്ട് വാങ്ങ ശേഷം റിപ്പോർട്ട് വായന ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം അത് കുറച്ച് ലോങ് ആണ്. പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആകില്ലല്ലോ, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് കേട്ടോ. അതിനുശേഷം നന്ദി പ്രകാശനവും പ്രേയറിനും ശേഷം നമ്മുടെ പരിപാടി ഒഫീഷ്യലി വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. സന്തോഷമുണ്ട്, കാരണം ഒരുപാട് ആളുകളെ ഒരുമിച്ച് നിറഞ്ഞൊരു സദസ്സിനെ കാണുവാൻ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ഇരിക്കുന്നു. എല്ലാവരെയും കാണുവാനായിട്ട് ഈ ഒരു കൂട്ടായ്മ എന്നും നമ്മുടെ ഈ പ്രാർത്ഥന യൂണിറ്റിൽ ഉണ്ടായിരിക്കട്ടെ. ഇത്രയധികം ആളുകൾ ഇവിടെ വന്നു ചേർന്നതിൽ ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ളതായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ ഒരു ഉത്സാഹം, ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ചായ കഴിക്കുന്നത് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇത്തിരി തിരക്കായിപ്പോയി. പിന്നെ എല്ലാവരോടും നമ്മൾ വർത്താനമൊക്കെ പറയണ്ടേ, നമ്മുടെ വീട്ടിലൊക്കെ വന്നതല്ലേ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും പിരിയാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഞങ്ങൾ കുറച്ച് കസിൻസ് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. സമയം 8 മണി 7:50. 6:30 പ്രയർ മീറ്റിംഗ് കഴിഞ്ഞു. 7:15 പള്ളിയിൽ നിന്ന് വന്ന എല്ലാ ഫ്രണ്ട്സും പിരിഞ്ഞു ഫാമിലി ആയിട്ടാ വന്നേ. 25-30 പേരെന്ന് പറഞ്ഞ് 40 പേരോളം ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളതനുസരിച്ച് കരുതിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ കരുതി, അതുകൊണ്ടെല്ലാം ബാലൻസ് വന്നു കുറച്ച്. പിന്നെ ഞങ്ങളുടെ ജ്യേഷ്ഠന്റെ 3 ജ്യേഷ്ഠന്മാരുടെ വീടുകളിൽ നിന്ന് അവരുടെ മക്കളും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോരുത്തർ 1 by 1 ആയിട്ട് പോയി. ഇനി ഇതെല്ലാം ഓർഡറിലാക്കണം. ദേ മധുരയിട്ട കാപ്പി ഇത്രയും ബാക്കി, കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് ഒന്നോടെ കുടിക്കാൻ പറഞ്ഞ് തീർത്തതാ. വിത്തൗട്ട് ഒരു കോഫി മഗ്ഗിൽ അവിടെ ഇരിപ്പുണ്ട്, സ്റ്റീൽ മഗ്ഗില്. അപ്പൊ സാധാരണ പ്രയർ മീറ്റിങ്ങിന് 20-25 പേരാ വന്നത്. അപ്പൊ ഇന്ന് അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു വേറൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത അച്ഛൻ വന്നത്. അവിടെ 15 പേരൊക്കെ ഓൾറെഡി ഉള്ളൂ. ഇവിടെ ഈ 40 പേരോളം കണ്ടപ്പോൾ അച്ഛന് വളരെ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ അപ്പ അത് കേട്ടപ്പോ ഞങ്ങളോട് പറയുക, അതെ എന്റെ അടുപ്പം പോലെ ആൾക്കാർ. അപ്പൊ എല്ലാരെയും ഈ എല്ലാ വീടുകളിലും ടെലിഫോൺ വഴി വിളിച്ച് ഇൻവൈറ്റ് ചെയ്തായിരുന്നു വരണോന്ന്. അപ്പൊ എല്ലാവരും ഭാര്യമാരുമായിട്ട് ഓൾറെഡി എല്ലാരും തന്നെ വന്നതാ. എല്ലാരും സന്തോഷമായിട്ട് പിരിഞ്ഞു. ഓക്കെ, ഇനി സംസാരിക്കാനുള്ള എനർജി ഇനി എല്ലാം റെഡിയാക്കണം. ഇതൊക്കെ കുടിക്കലല്ല, ഇതൊക്കെ കഴുകണം. അപ്പൊ ഇനി പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.